കൈവെട്ട് കേസിൽ പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി NIA കോടതിയിൽ ഉടൻ അപേക്ഷ നൽകും. മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. സവാദിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും സൈബർ ഫോറൻസിക് പരിശോധനയ്ക്കയക്കും. സവാദിനെ ഒളിത്താവളകൾ ഒരുക്കിയത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് വ്യക്തമായിരുന്നു. കൂടുതൽ PFI നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങി NIA. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സവാദിന് കണ്ണൂരിൽ ഒളിത്താവളം ഒരുക്കിയത് PFI പ്രവർത്തകരാണ്, PFI നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയെന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പുറത്തുമുള്ള കൂടുതൽ PFI നേതാക്കളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയാണോ NIAയുടെ ഭാഗത്തിനുമുണ്ടായത്? ഒപ്പം സവാദിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ നടപടികളാണ് മുന്നിലുള്ളത്? NIAയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട നടപടികൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സംഭവം നടക്കുമ്പോൾ, അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം 2010 ജൂലൈ 4 നടക്കുമ്പോൾ അതിന് ചില ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. അവരടക്കമുള്ള ആളുകളെ എത്തിച്ചുകൊണ്ട് തിരിച്ചറിയൽ പരേഡ് നടത്തണം. സവാദ് തന്നെയാണ് എന്ന് തിരിച്ചറിയുക എന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, കാരണം 13 വർഷത്തിന് ശേഷം പിടിയിലായ പ്രതിയാണ്. സ്വാഭാവികമായും തുടർന്നുള്ള ഇയാളെ പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാനമാണ് തിരിച്ചറിയൽ പരേഡ് എന്ന് പറയുന്നത്. അധ്യാപകനെ തന്നെ എത്തിച്ചു, പ്രൊഫസർ TJ ജോസഫിനെ തന്നെ സബ് ജയിലിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചറിയൽ പരേഡ് നടപടിയായിരിക്കും നടക്കുക. ഇതിനായി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കോടതി നിർദ്ദേശിക്കുന്ന മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ തിരിച്ചറിയൽ പരേഡ് നടക്കുകയും ചെയ്യുക. അത് വേഗത്തിൽ നടത്താനുള്ള ഒരു നീക്കം തന്നെയാണ് അന്വേഷണ സംഘം, ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്നത്. അതിന്റെ ഭാഗമായി കോടതിയിൽ ഉടൻ തന്നെ അപേക്ഷ നൽകും, തിരിച്ചറിയൽ പരേഡിനായിട്ടുള്ള അപേക്ഷ നൽകും. അതോടൊപ്പം തന്നെ പൂർത്തിയാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനയാണ്. 2 മൊബൈൽ ഫോണുകൾ സവാദിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. മട്ടന്നൂരിൽ പരിയാരത്തെ വീട്ടിൽ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ അവിടെ 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. മറ്റൊന്ന് ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണായിരുന്നു, അതും കസ്റ്റഡിയിലെടുത്തു. ഒരു സിമ്മും, ഈ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന സിം അടക്കമാണ് കസ്റ്റഡിയിലെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ 3 മൊബൈൽ ഫോണുകളുടെയും പരിശോധനകൾ പൂർത്തിയാക്കണം. ഇയാൾ ആരെല്ലാമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദി നേതാക്കൾ പല ഘട്ടങ്ങളിലും സവാദിന് സഹായങ്ങൾ നൽകിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വരെയും പ്രത്യേകമായി തന്നെ സാമ്പത്തിക സഹായം സവാദിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് പല ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയാൻ സവാദിന് കഴിഞ്ഞിരുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ, കൃത്യം നടത്തിയതിനു ശേഷം നേരിട്ട് ഈ കൃത്യം നടത്തിയ മഴുകൊണ്ട് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ, മറ്റുള്ള ആളുകൾ പിടിച്ചുകൊടുത്തപ്പോൾ വെട്ടിമാറ്റിയ സവാദ് ആ സമയത്ത് തന്നെ അതിനുശേഷം ഈ ഒരു കൃത്യം നടത്തിയതിനു ശേഷം ഒളിവിൽ പോയി. ആദ്യം ബംഗളൂരിലേക്കാണ് പോയത് എന്ന വിവരമായിരുന്നു ആദ്യം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിനുശേഷം അന്വേഷണം വ്യാപിക്കുന്നതിനിടയിൽ പല ഭാഗങ്ങളിലും ഇയാളെ കണ്ടതായ സൂചനകൾ ലഭിച്ചുവെങ്കിലും അത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം നീളുന്ന ഘട്ടത്തിൽ പോലും സവാദിലേക്ക് എത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഇയാൾ കണ്ണൂരിലുണ്ട് എന്ന ചില സൂചനകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നത്. അങ്ങനെ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഷാജഹാൻ എന്ന പേരിലാണ് കഴിയുന്നത് എന്ന് മനസ്സിലായി. അപ്പോഴും അത് സവാദ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരുന്നില്ല. അവിടെ ഏറ്റവും നിർണായകമായി മാറിയത്, ഏറ്റവും സുപ്രധാനമായ അന്വേഷണ സംഘത്തെ സഹായിച്ചത് എന്ന് പറയുന്നത്, സവാദിന്റെ 2ാമത്തെ കുഞ്ഞ്, 9 മാസം പ്രായമുള്ള കുഞ്ഞ് ജനിച്ചപ്പോൾ ആശുപത്രിയിൽ നൽകിയ പിതാവിന്റെ പേരിൽ സവാദ് എന്നായിരുന്നു ചേർത്തിരുന്നത്. അന്വേഷണ സംഘം NIA ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ഇത് രജിസ്റ്റർ പരിശോധിച്ചു, ബർത്ത് രജിസ്റ്റർ പരിശോധിച്ചു. അവിടെ സവാദ് എന്ന പേര് കൊടുത്തിരിക്കുന്നു. എന്നാൽ അത് ഈ ഷാജഹാൻ തന്നെയാണ് എന്ന് വ്യക്തമായതോടുകൂടിയാണ് പുലർച്ചെയോടുകൂടി അന്വേഷണ സംഘം വീട് വളയുന്നതും വാതിലിൽ മുട്ടി സവാദ് ആണോ എന്ന് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ സവാദിനെ, ഈ അധ്യാപകനെ ആക്രമിക്കുന്ന സമയം കൂടെയുള്ള ആളുകളുടെ തന്നെ വെട്ടുകൊണ്ട് ചെറിയ മുറിവ് സവാദിന് ഏറ്റിരുന്നു. അധ്യാപകനെ വെട്ടുമ്പോൾ തുടർച്ചയായി വെട്ടുന്ന ഘട്ടത്തിൽ വെട്ട് മാറിക്കൊണ്ട് സവാദിന്റെ പുറത്ത് വെട്ടുകൊണ്ട് മുറിവേറ്റിരുന്നു. ആ മുറിവിന്റെ പാട് ഇപ്പോഴും ഈ സവാദിന്റെ പുറത്തുണ്ട് എന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പാട് ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തപ്പോൾ അത് മറ്റു ചില പരിക്കുകളാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ സവാദ് അവിടെ വെച്ച് തന്നെ, ആ വീട്ടിൽ വെച്ച് തന്നെ താൻ സവാദാണ്, താൻ ഷാജഹാൻ അല്ല എന്ന സത്യം തുറന്നു പറയുകയും കൃത്യത്തിൽ പങ്കെടുത്ത ശേഷം പല ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുകയാണ് എന്നെല്ലാം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സവാദിനെ എത്തിച്ചുള്ള തെളിവെടുപ്പ് പ്രധാനമാണ്. അധ്യാപകൻ കാണുമ്പോൾ പോലും, ഈ കൃത്യം നടത്തിയ
നേരിട്ടുള്ള ആളെ അധ്യാപകൻ കാണുമ്പോൾ പോലും അത് വർഷങ്ങൾക്ക് മുമ്പുള്ള രൂപമാണ്. മാത്രമല്ല ലുക്കൌട്ട് നോട്ടീസിലടക്കം പുറത്തു വന്നിട്ടുള്ളത് ഈ സവാദ് കൃത്യം നടത്തുന്നതിനും ഏതാനും വർഷം മുമ്പ് ഇയാൾ പോപ്പുലർ ജീഷ് പറഞ്ഞതുപോലെ തന്നെ 13 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ പ്രധാന പ്രതി പിടിയിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെളിവെടുപ്പ്, തിരിച്ചറിയൽ, ഇതൊക്കെയും അല്പം പ്രായോഗികമായി വിഷമതകൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം 13 വർഷങ്ങൾക്ക് ശേഷം സവാദിന് വന്നു ചേർന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്നു ചേർന്ന മാറ്റങ്ങൾ, അതൊക്കെയും വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളിലേക്കും ശാസ്ത്രീയമായ ഇടപെടലുകളിലേക്കും എന്നെ പോകുന്നത്, അല്ലേ? തീർച്ചയായും കെ പി, ശാസ്ത്രീയ പരിശോധനകളിലും വിശദമായ അത്തരത്തിലുള്ള നടപടികളിലൂടെയും മാത്രമായിരിക്കും ഈ സവാദിനെ. കാരണം ഉടൻ പിടിയിലായ പ്രതികളിൽ ഉൾപ്പെട്ട ആളല്ല സവാദ്. വർഷങ്ങൾക്ക് ശേഷം രൂപമാറ്റം അടക്കം വന്നിട്ടുണ്ട്. കൃത്യമായി തന്നെയുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. കാരണം സവാദ് ആ സമയം കൃത്യത്തിൽ പങ്കെടുക്കുന്ന സമയം സവാദ് നേരിട്ട് പങ്കെടുത്ത ആളാണ്. സ്വാഭാവികമായും വർഷങ്ങൾക്ക് ശേഷമുള്ള രൂപമാറ്റം സാക്ഷികൾ എത്രമാത്രം അത് തിരിച്ചറിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അവിടെയാണ് ഈ ശാസ്ത്രീയ തെളിവുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അത് സവാദ് തന്നെ എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായ പരിശോധനകൾ അവിടെ അനിവാര്യമായി വരും. ഒപ്പം തന്നെയാണ് ഡിജിറ്റൽ തെളിവുകൾ. കാരണം സവാദ് ഒളിവിൽ പോയതിനു ശേഷം പല നേതാക്കളുമായി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പല നേതാക്കളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പലരെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. സവാദിന് ഈ PFIയുടെ നിരോധനം വരെയും രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദ ഗ്രൂപ്പുകളെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് വരെയും വലിയ സാമ്പത്തിക സഹായം ഇത്തരത്തിൽ സവാദിന് ലഭിച്ചിരുന്നു. കാരണം സംഘടനയ്ക്ക് വേണ്ടി നടത്തിയ ആക്രമണം മതഭീകരവാദം ലക്ഷ്യമിട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ആക്രമണം താലിബാൻ മോഡലിൽ കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമ സംഭവങ്ങളിൽ ഒന്ന് എന്ന നിലയിലെല്ലാം തന്നെ ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിച്ചതാണ്. അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം തികച്ചും ആസൂത്രിതമായിരുന്നു ആ കൃത്യം നടത്തിയത് പോലും. അതിനുവേണ്ടി നിരന്തരമായ ആലോചനകൾ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി പഴിചാരൽ, അധ്യാപകൻ ഇത്തരത്തിൽ പ്രവാചക നിന്ന നടത്തിയ ആൾക്ക് പരമാവധി ശിക്ഷ, അത് മറ്റു രാജ്യങ്ങളിൽ മതകോടതികൾ ഏതു തരത്തിലുള്ള ശിക്ഷയാണോ നടപ്പാക്കാറ് അതിന് തുല്യമായ ശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്ന് പറയുകയും മറ്റുള്ളവർക്ക് അത് പാഠമാകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യോഗങ്ങൾ ചേരുകയും ആ യോഗങ്ങൾക്ക് ഒടുവിൽ ഇത്തരത്തിൽ അധ്യാപകന്റെ കൈപ്പത്തി, ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയ കൈപ്പത്തി തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിക്കൊണ്ട് അതിന് പ്രതികാര നടപടി ചെയ്യുകയും എല്ലാം ചെയ്ത തീരുമാനത്തിൽ ഉടനീളം തന്നെ സവാദിന്റെ പങ്കാളിത്തമുണ്ടായിരുന്നു. മാത്രമല്ല ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ആ ആയുധം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മഴുവുമായിട്ടായിരുന്നു സവാദ് അന്ന് രക്ഷപ്പെട്ടത്. ആ ഘട്ടം മുതൽ തന്നെ PFIയുടെ നിരവധി നേതാക്കളുടെ സഹായങ്ങൾ ഈ സവാദിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് ഒളിവിൽ കഴിയുന്നതിനാണെങ്കിലും കേരളത്തിന് പുറത്ത് വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുന്നതിനാണെങ്കിലും രാജ്യം വിട്ടുപോകുന്ന ഘട്ടങ്ങളിലടക്കം. കാരണം ഇപ്പോഴും അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച സൂചനകൾ പ്രകാരം സവാദ് ഏറെക്കാലം വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില സൂചനകൾ ആ ഘട്ടങ്ങളിൽ ലഭിച്ചത്. സവാദിനെ പ്രധാനമായും അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ബംഗ്ലാദേശിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പാകിസ്ഥാനിലെ ചില ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായി ഇയാൾ മാറിയിട്ടുണ്ട് എന്നതെല്ലാമുള്ള സൂചനകൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വളരെ കുറച്ച് നാളുകൾ, അതായത് 1 വർഷത്തിൽ താഴെ മാത്രമായിരുന്നു ഈ കണ്ണൂർ ജില്ലയിൽ ഇയാൾ താവളമാക്കിയിട്ട് ഒളിസങ്കേതമാക്കിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഇയാൾക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും PFIയുടെ ശക്തി കേന്ദ്രങ്ങൾ നോക്കിയായിരുന്നു ഈ ഒളിസങ്കേതങ്ങളിൽ താമസിക്കുകയും ചെയ്തിരുന്നത്. ഈ പ്രതിക്ക് സവാദിന് PFI പ്രവർത്തകരുടെ നേതാക്കളുടെ കൃത്യമായ ഒത്താശ, കൃത്യമായ സഹായ സഹകരണങ്ങൾ ലഭിച്ചു എന്നതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ PFI നേതാക്കളെ, പ്രവർത്തകരെ ചോദ്യം ചെയ്യാനാണ് NIAയുടെ ആലോചന. ഒപ്പം സവാദിനെ തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കാനുള്ളൊരു അപേക്ഷയും ഇന്ന് നൽകും. മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.